ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണിയെക്കുറിച്ചിട്ടാണ്. ഞാൻ എങ്ങനെ വണ്ണം വെച്ചു എന്നുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ഞാൻ തന്നെയല്ല, എൻ്റെ വീട്ടുകാരും ഒക്കെ എൻ്റെ അമ്മയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊന്ന് വണ്ണം വെച്ച് കാണണം എന്നുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാതിരുന്നിട്ടുണ്ട്. കാര്യം അത്രയും മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. ഇങ്ങനെയായിരുന്നു ഞാനിരുന്നത്. എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഞാൻ ഫോട്ടോസ് വന്നിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. എൻ്റെ പഴയ ഫോട്ടോസ്, എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഒത്തിരി ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല ആ ടൈമിൽ. അപ്പം എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു മാസം കൊണ്ടിട്ടാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ലേഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ലേഹ്യം എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടോ ഒക്കെ വണ്ണം വയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ വണ്ണം വയ്ക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് കാണിക്കും എടുക്കുകയൊന്നുമില്ല. പക്ഷേ ഞാൻ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ഈ തൈറോയ്ഡ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും തൈറോയ്ഡ്, പിന്നെ ഷുഗർ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന് ഫസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അത് ചെക്ക് ചെയ്തിട്ട് അതില്ല ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ, നമ്മളീ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് വണ്ണം വയ്ക്കാൻ പറ്റും. നമ്മുടെ വെയിറ്റ് ഒന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം വണ്ണം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് വണ്ണം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കളയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വണ്ണം ഇല്ലെങ്കിൽ പ്രശ്നം എന്താ ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ എന്നുള്ള. ഇപ്പം നമുക്ക് നമ്മുടെ ഹെൽത്താണ് വലുത്. നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം ഇല്ലെന്നും പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കാണുമ്പോൾ ഇച്ചിരി വണ്ണം വെച്ചാൽ കൊള്ളായിരുന്നു എന്ന് എനിക്കങ്ങനെ ഞാൻ തോന്നിയിട്ടാണ്. എനിക്ക് തോന്നിയതിന് ശേഷമാണ് ഞാൻ എന്ത് പ്രശ്നം വന്നാലും, പിന്നെ ഈ ആൾക്കാരുടെ ചോദ്യം, അപ്പം എന്ത് പ്രശ്നം വന്നാലും ഈ പറയുന്നവർക്കൊക്കെ ഒരു മറുപടിയായിട്ട് കാണിച്ചു കൊടുക്കണം. എന്ത് പ്രശ്നം വന്നാലും വണ്ണം വെക്കണം എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വണ്ണം വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അല്ല വണ്ണം വയ്ക്കാനൊന്നും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണത്. അപ്പോൾ ഇന്ന് വരെ അതിപ്പം ചെയ്യുന്ന ആൾക്കാർ കാണും, ഇല്ല ചെയ്യാത്ത ആൾക്കാർ കാണും. ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തൊട്ട് അത് ഫോളോ ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകും, ഫേസ് വാഷ് ചെയ്യാൻ പോകും. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് എടുക്കും അല്ലേ. ഇതൊക്കെ ചെയ്തിട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് എന്തായാലും എടുക്കുമായിരിക്കും. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു 7 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 7:20 ആകുമ്പം ഞാൻ വന്നിട്ട് നമ്മുടെ ചോറിൽ തലേ ദിവസം നിങ്ങൾ ഒത്തിരിയൊന്നും വേണ്ട, ഒരു ഗ്ലാസ്, അതായത് ഒരു ഗ്ലാസ്സിൽ പറ്റുന്ന ഒരു രീതിക്ക്, അത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഒരു ഗ്ലാസ്സിൽ കിട്ടുന്ന രീതിക്ക് കുറച്ച്, ഒരു പിടി മതി. നമ്മുടെ കയ്യിലൊരു പിടി, ആ ഒരു പിടി ചോറെടുത്ത് നിങ്ങൾ സേഫായിട്ട് നല്ല രീതിക്ക്, ഒന്നും കയറാത്ത രീതിക്ക് അടച്ച് നല്ല രീതിക്ക് സേഫായിട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ. അതെടുത്ത് വെച്ചതിന് തലേ ദിവസത്തെ ചോറ് അതെടുത്ത് വെച്ചതിന് ശേഷം, ഇത് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് സേഫായിട്ട് എടുത്ത് വെക്കാമെന്ന് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ വന്നിട്ട്, അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിച്ചിട്ട് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഒരു 7 മണിക്ക് എണീറ്റുണ്ടെങ്കിൽ ഒരു 7:20 ആകുമ്പം ഞാൻ വന്നിട്ട് ഈ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പിടി ചോറ് വന്നിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല രീതിക്കുള്ള കട്ട തൈര് വന്നിട്ട് ഞാൻ ഈ ചോറിലേക്ക് എടുത്ത് വെച്ച ചോറിലേക്ക് ഒഴിക്കും. അത് എത്ര അളവിൽ ഒഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ചോറ് കുറവും തൈര് കൂടുതൽ. തൈരിൻ്റെ ആ ഒരു
ഇതായിരിക്കണം, ക്വാണ്ടിറ്റി ആയിരിക്കണം കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ആ ഒരു രീതിക്ക് ഇതൊരു പായസം പോലെ കിടക്കും നമ്മൾ എടുത്തു വരുമ്പോൾ. അപ്പം നല്ല കട്ട തൈരായിരിക്കണേ. നമ്മൾ വീട്ടിൽ വെച്ച് റെഡിയാക്കിയ തൈരാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വീട്ടിൽ തന്നെ വെച്ച് എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ അമ്മ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് അമ്മയാണ് തൈരും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതെല്ലാം രാവിലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ തൈര് വീട്ടിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ തൈര് എടുക്കുക. ഇനിയിപ്പം ഇല്ല പുറത്തുനിന്ന് വാങ്ങിയ തൈരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര് എടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഈ തൈരെടുത്ത് ഈ ചോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തരി ഉപ്പ് കൂടരുത്, ഉപ്പിൻ്റെ അളവും കാര്യങ്ങളൊന്നും കൂടരുത്. ഒരു തരി ഉപ്പ് ഇടാവുള്ളൂ. ആ ഉപ്പിട്ടതിന് ശേഷം വെറും വയറ്റിൽ, അതായത് വെള്ളം മാത്രമല്ല നമ്മൾ കുടിച്ചിട്ടുള്ളൂ. അപ്പം അതിന് ശേഷം ഈ തൈരും ചോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കുക. ഓക്കെ. ഈ തൈരും ചോറും കൂടി കഴിച്ചതിന് ശേഷം വന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ, ഒരു 8 മണി, ഇപ്പോൾ 7 രൂപേനല്ലേ നമ്മൾ കഴിച്ചത്, അത് വിട്ടേക്ക്. ഒരു 8 മണി 8:30 വന്നിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒരു 8 മണി 8:30 8 മണിക്ക് കഴിക്കുക അല്ലെങ്കിൽ 8:30 കഴിക്കുക. ആ ഒരു ടൈമിൽ വന്നിട്ട്, ആ ഒരു ഗ്യാപ്പ് ടൈമിൽ വന്നിട്ട് നിങ്ങൾ പിന്നീട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ കൂടുതലും വന്നിട്ട് ഈ ചപ്പാത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നടങ്ങിയ ഫുഡ് വന്നിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇഡലി, ഒരു ദിവസം ഇഡലി ആണെങ്കിൽ പിറ്റേ ദിവസം ദോശ, അങ്ങനെയൊക്കെ. പിന്നെ ഇല്ല നിങ്ങൾക്ക് പുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. പുട്ട്, ഇടിയപ്പം, അതൊക്കെ നല്ലതാണ്. ഈ മാക്സിമം വന്നിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്ന ടൈമിൽ ചപ്പാത്തി ഒഴിവാക്കുക, ഗോതമ്പിൻ്റെ ഐറ്റം വന്നിട്ട് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ ഇഡലി, ദോശ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് വന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ചിലപ്പം ഇത്രയും നാൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം 3 ഇഡലി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ദോശ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് നമ്മളൊരു തീരുമാനം എടുക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞാൻ വണ്ണം വെച്ചിട്ട് ഇനി പിന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക ഫസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് പറഞ്ഞത്, ആ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ഇഡലി കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ക്രമേണ, അതായത് പെട്ടെന്നൊരു ദിവസം നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, ഓരോ ദിവസവും കൂട്ടാൻ പറ്റുന്നവർ കൂട്ടി കഴിക്കുക, ഇല്ലാത്തവർ വന്നിട്ട് ഇച്ചിരി കൂടി കൂട്ടി കഴിക്കുക. ഇപ്പോൾ 3 ആണെങ്കിൽ അതൊരു ദിവസം 4 ആക്കുക, ഒരു ദിവസം 5 ആക്കുക. മാക്സിമം വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 5 ഇഡലി മതി. ഞാനൊരു 5 ഇഡലി വരെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം 5 ഇഡലി, കാര്യം അത്രയ്ക്ക് മെലിഞ്ഞായിരുന്നത്, നമുക്ക് വണ്ണം വെക്കണ്ടേ. അപ്പോൾ ഒരു 5 ഇഡലി നിങ്ങൾ കഴിക്കുക. ദോശയാണെന്നുണ്ടെങ്കിലും ഒരു 5 ദോശ 4 ദോശ ആ ഒരു അളവിലേക്ക് കൊണ്ടുവരിക. 2 ദോശയെ കഴിച്ചിരുന്നവർ ഒരു 4 ദോശയിലോട്ടൊക്കെ കഴിക്കുക. അത് കഴിച്ചതിന് ശേഷം നമ്മൾ 8:30 ആകുമ്പോൾ കഴിച്ചു കഴിയുമല്ലോ. അത് കഴിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ഫുഡ് കഴിച്ചിട്ടും വെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വണ്ണം വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വെയിറ്റ് കൂടില്ല, എന്തായാലും കൂടാൻ പറ്റും, നമുക്ക് അത് കൂട്ടിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനോ പറ്റത്തില്ല. സോ നിങ്ങൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. അത് ഞാൻ എടുത്തു പറയുന്നു. ഇനി കാര്യം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒത്തിരി ലെങ്തായി പോവും. ഓക്കെ. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഞാനൊരു അളവും കാര്യങ്ങളും പറയുന്നില്ല, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറയല്ലോ കൂട്ടി കഴിക്കുക. അത് കഴിച്ചതിന് ശേഷം നമ്മളൊരു 9:30, ഒരു 10 മണി, 10:30, 11 മണി ആ ഒരു സമയത്ത്, 10 മണി തൊട്ട് 11 മണി വരെ, 10:30 തൊട്ട് 11 മണി വരെയൊക്കെ ആ ഒരു ടൈം ഗ്യാപ്പിന്, ആ ഒരു ടൈമിനിടയിൽ വന്നിട്ട് ഈ 11 മണിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു ടൈമിൽ വന്നിട്ട് നിങ്ങൾ തലേ ദിവസം ഒരു പിടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പിടി 2 പിടിയോളം വന്നിട്ട് ചെറുപയർ എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. നല്ല വെള്ളം യൂസ് ചെയ്യുക കേട്ടോ. കുതിർത്ത് വെക്കുക. അത് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിച്ച് വെക്കുക. പിന്നെ വെറുതെ ചെറുപയർ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയോ അല്ലെങ്കിൽ ചിരണ്ടി ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലത്, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട.
ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ടല്ല കഴിച്ചുകൊണ്ടിരുന്നത്. കാര്യം എനിക്കതത്ര തേങ്ങ യൂസ് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവരുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചെറുപയറെന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെയൊക്കെ ഒത്തിരി പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ ചെറുപയറിൽ വന്നിട്ട്. സോ അതുകൊണ്ടാണ് ചെറുപയർ എടുക്കാൻ പറയുന്നത്. ചെറുപയർ മസ്റ്റായിട്ട് നിങ്ങൾ കഴിച്ചേ പറ്റുള്ളൂ. കഴിക്കില്ല എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് റിസ്ക് എടുക്കാൻ നിങ്ങൾ കഴിക്കണം കേട്ടോ. ഓക്കെ, ചെറുപയർ, ഈ വേവിച്ച് വെച്ച ചെറുപയർ എന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു 10-11 മണി ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ചെറുപയർ ഒരു 2 പിടി, നമ്മുടെ കയ്യിൽ ഒരു 2 പിടി വന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുക. അതായത് ഒരു ചെറിയ കപ്പ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ കറിയൊക്കെ എടുക്കുന്ന ടൈപ്പ് ഓഫ് കപ്പില്ലേ, ഒരാൾക്ക് എടുക്കുന്ന ആ ഒരു ചെറിയ കപ്പിൽ വന്നിട്ട് നിങ്ങൾ കഴിക്കുക. ആ ഒരു കപ്പ് ചെറുപയർ കഴിക്കുക. ഈ ഒരു 11 മണി 10:30 കഴിഞ്ഞിട്ടുള്ളൊരു 11 മണി ടൈമിൽ വന്നിട്ട് ഈ ചെറുപയർ കഴിക്കുക. ഈ ചെറുപയർ കഴിച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. സേഫായിട്ട് എടുത്ത് മൂടി ഭദ്രമായിട്ട് ഈ ഒന്നും കയറാത്ത രീതിക്ക്, പല്ലി പാറ്റ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറാത്ത രീതിക്ക് സേഫായിട്ട് അടച്ച് നിങ്ങളെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവണം ബാക്കി. ഓക്കെ, ബാക്കി ഒരു കപ്പ് കൂടി അത്രയും വേണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ആ ഒരു ടൈമിനുള്ളിൽ 12:30 തൊട്ട് 1:30 വരെ ആ ഒരു ടൈമിനിടയിൽ വന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം. ലഞ്ച്, ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും കഴിക്കണം. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതൊന്നും. അപ്പം ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ട് കഴിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ആ കുറച്ച് ചോറിൽ നിന്ന് ഓരോ ദിവസം വരും തോറും നിങ്ങൾ കുറച്ച് കൂട്ടി കൊണ്ടുവരിക. ക്വാണ്ടിറ്റി വന്നിട്ട് കുറച്ച് കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. ശ്രമിച്ചാൽ മാത്രം പോരാ, ചെയ്യുകൂടി വേണം. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചോറ് കഴിക്കാൻ എടുക്കുന്ന ടൈമിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് അത്യാവശ്യം വലിയ പാത്രം എടുക്കുമ്പോൾ വെച്ചാൽ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റൊക്കെ എടുക്കാതെ ഇച്ചിരി വലിയ പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കുറച്ച് ചോറ് നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഇത്രയും ചോറ് കഴിച്ചില്ലേ, മതി എന്നുള്ളൊരു തോന്നും. അപ്പോൾ അത് തോന്നാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വലിയ പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ തോന്നത്തില്ല. അതിലിച്ചിരി ചോറല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതിനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള വർക്കൗട്ടും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിനുള്ളിൽ, ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിനുള്ളിൽ വന്നിട്ട് നിങ്ങൾ ഈ എന്താ പറയുക, ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ 3 മണി 4 മണി വേണ്ട, ഒരു 4 മണി മതി. കാരണം ഞാൻ ആ ഒരു 4 മണി ടൈമിലാണ് എടുത്തിരുന്നത്. 4 മണി ടൈമിൽ വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഷെയ്ക്ക് എന്തെങ്കിലും അതായത് ഷെയ്ക്ക് അടിച്ച് കുടിക്കുക വെച്ചാൽ ബനാന ഇല്ലേ, നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് അതിൽ ഹോർലിക്സ് ബൂസ്റ്റോ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതെടുക്കാം. ഞാൻ ഹോർലിക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് ഹോർലിക്സ് ആണ് ഇഷ്ടം. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ഹോർലിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഹോർലിക്സ് എടുക്കുക. അതെടുത്തതിന് ശേഷം ഈ നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ എടുക്കുന്ന പാലുണ്ടല്ലോ, പിന്നെ ഈ ഒരു ഏത്തപ്പഴം പകുതി മുറിച്ച്, പകുതിയോ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഷെയ്ക്ക് അടിച്ച് അത് കുടിക്കുക. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹോർലിക്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി. അധികം ഒത്തിരി മധുരത്തിലെടുക്കണം. ഇനിയിപ്പോൾ അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഓക്കെ, അത് കഴിക്കുക. ഒരു 4 മണി 4:30 ആ ഒരു ടൈമിനുള്ളിൽ കേട്ടോ. 4 മണി 4, ചിലപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് പെട്ടെന്ന് കഴിക്കാം. എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് 3 മണിക്കൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ ഒരു 4 മണി 4:30 ആ ഒരു ടൈമിൽ, ഞാൻ ആ ടൈമിലാണ് കഴിച്ചിരുന്നത്. ആ ഒരു ടൈമിൽ വന്നിട്ട് ഷെയ്ക്ക് അടിച്ച് നിങ്ങൾ കുടിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഷെയ്ക്ക് കുടിക്കാൻ പറ്റിയില്ല, നിങ്ങൾ ഷെയ്ക്ക് കുടിക്കാതെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയ്ക്ക് അതായത് നമ്മൾ ഈ ചായ കുടിക്കുന്നതിന് പകരമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം കേട്ടോ. ഞാൻ ചായ കുടിക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിന് ഞാൻ വന്നിട്ട് ഈ ഷെയ്ക്കാണ് ഞാൻ കുടിച്ചുകൊണ്ടത്, ചായ കുടിക്കുന്ന ആ ഒരു ടൈമിന് വന്നിട്ട്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഷെയ്ക്ക് കുടിച്ചില്ല, ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഷെയ്ക്ക് കുടിച്ചില്ല എന്നും പറഞ്ഞ് കുഴപ്പമില്ല. നിങ്ങൾ അതിന് വരെ എന്ത് ചെയ്യുക, നൈറ്റ് കിടക്കാൻ നേരത്ത്
ഷെയ്ക്ക് കുടിക്കാത്ത ഇപ്പം ഇന്ന് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നൈറ്റ് കിടക്കാൻ നേരത്ത് വന്നിട്ട് ഉറങ്ങാൻ നേരത്ത് വന്നിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പാല് ഹോർലിക്സ് ഇട്ട് അങ്ങ് കുടിച്ചേക്കുക ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. ഓക്കെ. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഷെയ്ക്ക് കഴിച്ചെന്നിരിക്കട്ടെ. ഷെയ്ക്ക് കഴിച്ചു. അത് കഴിഞ്ഞൊരു 6 മണി 6:30 ആ ഒരു ടൈമിൽ, ഒരു ഈവനിങ് സന്ധ്യ ടൈം, വിളക്കൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരു 7 മണി ആ ഒരു ടൈം, 6:30 7 മണി 6:30 7 മണി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ടി വി ഒക്കെ നമ്മൾ കാണാതിരിക്കുന്ന ടൈം വീട്ടിൽ, ആ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങൾ ഈ നമ്മുടെ ഏത്തപ്പഴം തന്നെ നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കത്തില്ലേ, പഴംപൊരി ഉണ്ടാക്കുന്ന രീതിക്ക് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ചെറുതായിട്ട് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കാം. പൊരിച്ച് കഴിക്കുന്ന സമയത്ത്, അതായത് പഴംപൊരി പോലെ, പഴംപൊരി എന്ന് പറയാതെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് നീളത്തിലാണെങ്കിൽ എടുത്തിട്ട് അങ്ങനെ പഴംപൊരി അത് കഴിക്കുക. അത് ഇപ്പം നമ്മുടെ അതിൽ എണ്ണയുണ്ടല്ലോ, എണ്ണ വന്നിട്ട് നിങ്ങളൊരു ടിഷ്യൂ പേപ്പറിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലോ വന്നിട്ട് എണ്ണ നന്നായിട്ട് എന്താന്ന് പറയുക, ഈ എന്താന്ന് പറയുക, ഇങ്ങനെ എണ്ണ വലിച്ചെടുക്കാൻ പറ്റുന്ന, അത് ഈ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും എണ്ണ വലിച്ചെടുക്കുന്ന രീതിക്ക് എന്തോ പറയുമല്ലോ, എനിക്കിങ്ങനെ ഒപ്പിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വന്നിട്ട് എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം ഈ എണ്ണ കളഞ്ഞതിന് ശേഷം വന്നിട്ട് ഇത് നമ്മൾ കഴിക്കുക കേട്ടോ. കാര്യം എണ്ണ ഒരുപാട് നമ്മുടെ ശരീരത്തേക്ക് ചെല്ലണ്ടെന്ന് ഓർത്തിട്ടാണ്, മുഖക്കുരു കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് അത് കഴിക്കുക. ഇനിയിപ്പം പൊരിച്ച് കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം അങ്ങനെ അങ്ങ് കഴിച്ചേക്കുക. ഓക്കെ. പൊരിച്ച് കഴിക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം അങ്ങനെ കഴിക്കുക. കാര്യം അങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഏത്തപ്പഴം എന്ന് പറയുന്ന സാധനം. അപ്പം അത് കഴിക്കുക. പിന്നെ ഈ മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും, ഇപ്പോൾ എല്ലാ ദിവസവും അല്ല, നമ്മൾ ഓരോ ദിവസം ഓരോ രീതിക്ക് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഈ ചെറുപയർ രാവിലെ കഴിക്കാൻ പറയുന്ന സമയത്ത് ആ ചെറുപയർ രാവിലെ സ്കിപ്പ് ചെയ്തിട്ട്, എല്ലാ ദിവസവും ചിലപ്പോൾ ഡെയിലി കഴിക്കാൻ മടിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ വന്നിട്ട് ഡെയിലി ആ രാവിലത്തെ ചെറുപയർ വന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് പകരം ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാം കേട്ടോ. മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരില്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ തന്നെ ഫോളോ ചെയ്തോ. ഓക്കെ. പിന്നെ നമ്മൾ ഈവനിങ് ടൈം ഈ സ്നാക്ക് കഴിച്ചല്ലോ. ഈവനിങ് ടൈം ഈ സ്നാക്ക് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ രാത്രി ഒരു 9 മണി, മാക്സിമം പോയി കഴിഞ്ഞാൽ 9 മണി, 8:30 9 മണിക്കുള്ളിൽ വന്നിട്ട് നമ്മൾ എന്ത് കഴിക്കുക, നമ്മൾ ഡിന്നർ, രാത്രിയിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. 9 മണി കഴിഞ്ഞ് കഴിക്കാൻ പോകരുത്. 9 മണിക്കുള്ളിൽ വന്നിട്ട് നിങ്ങൾ ആ ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം. കാര്യം വന്നിട്ട് ആ കഴിച്ചിട്ട് ഉടനെ നമ്മൾ കിടക്കാൻ പാടില്ല, ഉറങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 9 മണിക്ക് ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ച് അത്യാവശ്യം ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് 10 മണിയാകുമ്പോൾ ഉറങ്ങിക്കോ. 10 മണിക്ക് ശേഷം വന്നിട്ട് ഉറങ്ങാതെ ഇരിക്കേണ്ട. മാക്സിമം വന്നിട്ട് 10:30-ക്കുള്ളിൽ നിങ്ങൾ മാക്സിമം ഉറങ്ങാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ്, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പും കാര്യങ്ങളും കിട്ടണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് താഴത്തേക്ക് പോകാൻ ഉള്ളൊരു മെയിൻ റീസൺ തന്നെയാണത്. അപ്പോൾ അത് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങൾ വന്നിട്ട് രാത്രി ഒരു 10:30-ക്കുള്ളിൽ മാക്സിമം വന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. ഓക്കെ. ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് ഈവനിങ് ടൈമിൽ ഷേക്ക് കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 9:30 9:45 ആകുന്ന ഒരു 9:30 അതായത് ഒരു 8:30 ഫുഡ് കഴിക്കുക, രാത്രിത്തെ ഫുഡ് കഴിക്കുക. എന്നിട്ട് വന്നിട്ട് ഒരു 9:30 ആകുമ്പം, അല്ല ഒരു 9 മണി 9:45 ആകുമ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുക, ഈവനിങ് ഷേക്ക് കുടിക്കാത്തവരുടെ കേസിലാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ വന്നിട്ട് ഒരു ഗ്ലാസ് പാലിൽ ഒരു ഹോർലിക്സ് ഇട്ട് കഴിക്കുക. ഈ ഹോർലിക്സ് വന്നിട്ട് നിങ്ങൾ വലിയ ബോട്ടിൽ ഹോർലിക്സിന് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് വാങ്ങി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും ചിലപ്പോൾ വാങ്ങാൻ പറ്റുന്ന സ്റ്റേജിലുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക, ഈ നമ്മുടെ ചെറിയ പാക്കറ്റിൽ കിട്ടും, ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ വാങ്ങിയാൽ മതിയാവും. ചെറിയ പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റ് ഉണ്ട്, ഇങ്ങനെ മാല പോലെ കടയിൽ കിടക്കുന്നത് കാണാം. അപ്പം നിങ്ങൾ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്താലും മതി. ഇപ്പം അതാകുമ്പം ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ലത് കേട്ടോ. ഈ വലുത് വാങ്ങുന്നതൊക്കെ നല്ലത്. വലുതാകുമ്പോൾ കട്ട പിടിച്ച് പോകും, കാറ്റൊക്കെ കയറി കഴിഞ്ഞാൽ. ഇതാകുമ്പം നമ്മൾ സേഫായിട്ടൊരു ടിന്നിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഒരു ദിവസം എടുക്കുന്ന ടൈമിൽ ഒരു പാക്കറ്റ് എടുത്താൽ മതി. ഒരു പാക്കറ്റ് നമുക്ക് എന്തായാലും ഫുള്ള് വേണം. 5 രൂപയുടെ ഒരു പാക്കറ്റ് ഒരു ദിവസം ഫുള്ള് വേണം. അപ്പോൾ അത് രാത്രിയിൽ പാലായിട്ട് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഗ്ലാസ്സിലിട്ട് ഒരു പാക്കറ്റ് എടുത്തിടുക. ഇല്ല ഷേക്ക് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേക്ക്, നിങ്ങൾ അടിക്കുന്ന ഷേക്കിൽ വേണ്ടിയിട്ട് ഈ ഒരു 5 രൂപയുടെ പാക്കറ്റ് വന്നിട്ട് ഫുള്ളായിട്ട് ഇടുക. ഓക്കെ. അപ്പോൾ ഇതാണ്
ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു രീതി ഞാൻ അത്യാവശ്യം സ്പീഡിൽ പറഞ്ഞു പോയിട്ട് പോലും എനിക്ക് തോന്നുന്നു 20 മിനിറ്റിന് മേളിൽ എന്തായാലും ഈ വീഡിയോ പോയിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ വീഡിയോ വന്നിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് നിന്നിട്ട് കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും റിപ്ലൈ തരാൻ ഡൗട്ടിനൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ വന്നിട്ട് സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത് ആയിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അധികമായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.